ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് അമ്മ വീട്ടിലില്ലാത്തുള്ള ഒരു ദിവസമാണ് കേട്ടോ. വീട്ടിലില്ലാത്തൊരു ദിവസം, അതായത് ഞാൻ കഴിഞ്ഞ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ വ്ളോഗിൻ്റെ ബാക്കിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് അമ്മയും വലിയമ്മ എല്ലാവരും കൂടെ നമ്മുടെ നാലമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ അവർ എണീറ്റിട്ട് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ഉറക്കത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാനൊരു നമ്മുടെ സൺഡേ ആണല്ലോ, അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എണീറ്റ് അടുക്കളയിൽ വന്നപ്പോഴത്തേനും എന്താ ഗ്രീഷ്മ എണീറ്റ് പല്ലേക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കൽ തന്നെയാണ്. അപ്പോൾ അച്ഛനാണെങ്കിൽ അതായത് എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിൽ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ടുണ്ട് നമുക്ക് ഗ്യാസൊന്നും ഇല്ലാതെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം അടുപ്പിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പണി തുടങ്ങിയാലാണ് നമ്മുടെ പണിയൊക്കെ അവസാനിക്കുള്ളൂ. കാരണം ഉച്ചയാകുമ്പോഴത്തേനും ഫുഡാവണം, രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണം. അങ്ങനെ കിട്ടണം നിർബന്ധമൊന്നുമില്ല, എന്നാലും ആവണമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ അതാ ചായയിൽ പൊടി പഞ്ചസാരയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഗ്രീഷ്മ തലേ ദിവസം അച്ഛൻ ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വൈകിട്ടിട്ടാ. അപ്പോൾ അത് ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീഷ്മ അതെടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് ഫുൾ ഐസായിട്ടുണ്ടായിരുന്നു. പിന്നെ അവളിതാ നമ്മുടെ ദോശയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. മാവൊക്കെ അമ്മ അരച്ചിട്ട് ഫ്രിഡ്ജിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഗ്രീഷ്മ ദോശയിലേക്ക് ഉള്ളി ചമ്മന്തി അരയ്ക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതാ ഉള്ളിയൊക്കെ അരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചട്നി ആകുമ്പോൾ പിന്നെ അത് വറവിടാനൊക്കെ നമ്മൾ ഈ അടുപ്പ് കത്തിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കണതേ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതാ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ആദ്യം ഇതാ എണീറ്റിട്ട് ഉമ്മർത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്രീഷ്മത ചമ്മന്തി അരയ്ക്കാൻ നോക്കുന്നുണ്ട്, ഉള്ളി ചമ്മന്തി അരയ്ക്കാൻ നോക്കുന്നുണ്ട്. നമ്മൾ വാട്ടിയിട്ടൊന്നുമല്ല കേട്ടോ, വെറുതെ പച്ച ഉള്ളി അങ്ങനെ അരയ്ക്കുമല്ലോ, അങ്ങനെ അരയ്ക്കുകയാണ്. പിന്നെ ഇതാ ഞാൻ നെക്സ്റ്റ് ടാസ്ക് ഇതാണ് കേട്ടോ, വലിയൊരു ടാസ്ക്. ഈ പറഞ്ഞ മാതിരി അമ്മ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അറിയണത് ഈ ഒരു അടുപ്പ് കത്തിക്കുമ്പോഴാണ്. അടുപ്പ് കത്തിക്കാത്ത ഒരാളല്ല ഞാൻ, എന്നാലും കൂടി എനിക്ക് കുറച്ചൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഇതൊന്ന് കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ ഓലക്കൊടിയൊക്കെ വെച്ചിട്ട് ഇതാ കത്തിച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ദോശ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദോശ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനല്ലല്ലോ വെച്ച് കൊടുക്കുക, ഇതേപോലത്തെ ദോശക്കല്ലാണല്ലോ വെക്കുക അടുപ്പിലാവുമ്പോൾ. നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെറുതായിട്ടൊരു ടാസ്ക് ഉണ്ടായിരുന്നു മറിച്ചിടാനൊക്കെ, എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഞാൻ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പണ്ടത്തെ ഒരു കാലം ഓർമ്മ വരുന്നുണ്ട്. പണ്ട് ഇങ്ങനെയാണല്ലോ, അടുപ്പൊക്കെ കൂട്ടിയിട്ടാണല്ലോ ദോശയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇതൊരു ദോശയ്ക്ക് ഉണ്ടായിരുന്നു. ദോശയ്ക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ എല്ലാം അടുപ്പിൽ വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക, എല്ലാത്തിനും ഭയങ്കര രുചിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഏകദേശം ഇപ്പോൾ നമ്മൾ ഒരാഴ്ചത്തോളം ആയി ഗ്യാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുപ്പ് കത്തിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് ഇപ്പം അമ്മയും ഒരുവിധം അടുപ്പിനോട് അങ്ങോട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് അച്ഛൻ എണീറ്റ് വന്നിട്ട് കുളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അച്ഛനൊരു വിളക്ക് കത്തിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അച്ഛന് ചായ വേണം. കാരണം ഞായറാഴ്ച ആണെങ്കിലും അച്ഛൻ എങ്ങടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാവും കേട്ടോ. മാർക്കറ്റില്ലെങ്കിലും മടക്കിയ മാർക്കറ്റില്ലെങ്കിലും വേറെ എങ്ങടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഞാൻ സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ദോശയൊക്കെ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചമ്മന്തിയൊക്കെ ഗ്രീഷ്മ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ ആ ഒരു പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവളും എൻ്റെ കൂടെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ അടുപ്പിൻ്റെ അവിടെ അങ്ങനെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി നിർത്തിയതാണ് അവളെ. പിന്നെ നമ്മുടെ ദോശയായപ്പോൾ ആ ഒരു അടുപ്പിൽ തന്നെ ഞാൻ വെള്ളം കുടിക്കാനുള്ള വെള്ളം ഉണ്ടല്ലോ, അത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ അടുപ്പിൽ വയ്ക്കുമ്പോൾ അതാണ് അപ്പം വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം പണി തീരും കേട്ടോ നമ്മുടെ. അപ്പത്തിനും അച്ഛൻ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ കത്തിച്ച് വെച്ചു കേട്ടോ. അച്ഛൻ കുളി കഴിഞ്ഞ് വന്ന വിളക്ക് കത്തിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതാ ഞാൻ എങ്ങനെ കാണിച്ചേ. പിന്നെ ദോശയും ചമ്മന്തിയൊക്കെ ഇതാ സെറ്റാക്കിയിട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആദിക്ക് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല മഴയൊക്കെ ആയിരുന്നു പുറത്ത്. അപ്പോൾ പിന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ മൂന്നാളും കൂടെ ഇരുന്നിട്ട് ദോശയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഏതോ അമ്പലത്തിൽ എത്തിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യയുടെ പിന്നെ അതിന് കുറച്ച് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ സൺഡേ ആണല്ലോ, ഈ ഒരു ടൈമിലൊക്കെ തന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതെന്താ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അറിയാലോ. അതൊക്കെ കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ കുറേ പാത്രങ്ങൾ ഉണ്ടാവുമെന്ന്. അപ്പോൾ പിന്നെ ഞാനത് കഴുകാനൊക്കെ ആയിട്ട് അങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ.
പിന്നെ പുറത്ത് മഴ ഇങ്ങനെ ചാറി ചാറി നിൽക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊന്ന് വെയിൽ വരും, വെയിലല്ല ചെറിയ രീതിക്കൊരു വെളിച്ചം വരും, അത് കഴിഞ്ഞാൽ പിന്നെയും മഴ പെയ്യും. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ. ചെറിയതായിട്ടൊരു വിട്ടുവീഴ്ചലുണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ മഴ അങ്ങനെയല്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്കും ഇങ്ങനെ പേടിയുണ്ടായിരുന്നു, നാലമ്പലത്തിൻ്റെ അവിടേക്കൊക്കെ പോകാന്ന് പറയുമ്പോൾ അവിടെയൊക്കെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അച്ഛനൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അമ്മ. അങ്ങനെ അപ്പം നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. പക്ഷെ ദം ബിരിയാണി അല്ല കേട്ടോ, നമ്മൾ റൈസും അതേപോലെ ചിക്കനും സെപ്പറേറ്റ് അങ്ങനെ ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. അപ്പോഴത്തേനും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ മാതിരി അടുപ്പിൻ്റെ മുകളിൽ വെക്കുമ്പോൾ വിറക് ഉണ്ടെങ്കിൽ നമുക്ക് അടുപ്പിൽ വെക്കുക തന്നെ എളുപ്പം, സംഭവം വേഗം വേഗം ആവും കേട്ടോ. അപ്പോൾ ഗ്രീഷ്മ പിന്നെ റൈസിലേക്കുള്ള ക്യാരറ്റും അങ്ങനത്തെ കരിയുന്നുണ്ട്. അപ്പോൾ എല്ലാം ക്യാരറ്റ് ബീൻസ് അങ്ങനെ കുറേ ഒന്നും ഇടണില്ല കേട്ടോ, ക്യാരറ്റിൻ്റെ ഇടണുള്ളൂ. എന്നാൽ നെയ്ച്ചോറല്ല, ഒരു ബിരിയാണി റൈസ് പോലെ കേട്ടോ അങ്ങനെ ഉണ്ടാക്കുക. പിന്നെ അതേപോലെ ചിക്കൻ കറിയായിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കുക കേട്ടോ, ഒരു ഗ്രേവി ടൈപ്പ് കുറച്ച് കട്ടിയിൽ അങ്ങനെ വയ്ക്കുമല്ലോ, അങ്ങനെ വെക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാൻ വെള്ളത്തിൽ അവൾ ഗ്രീഷ്മ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിക്കൻ. അപ്പോൾ വന്ന് നോക്കുമ്പോഴത്തേനും അതൊക്കെ ഐസൊക്കെ മാറിയിട്ട് ലെവലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനിതൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ, കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്നപ്പോഴത്തേനും ഞാൻ പറഞ്ഞല്ലോ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മുടെ കുക്കർ വെച്ചു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അടുപ്പിലുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് മാറ്റുമ്പോൾ അടുത്ത സാധനം വെച്ച് കൊടുക്കൂട്ടാ. കാരണം അത്രയും സ്പീഡപ്പ് ആക്കണം നമ്മൾ അടുപ്പിൽ വെക്കും, അല്ലെങ്കിൽ വെറുതെ വിറക് കത്തി പോകുമല്ലോ. അങ്ങനെ അപ്പോൾ ഗ്രീഷ്മ പറഞ്ഞു റൈസിൻ്റെ കാര്യങ്ങളൊക്കെ അവൾ നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് കുക്കറൊക്കെ വെച്ച് കൊടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവൾ അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് റൈസ് സെറ്റാക്കാനുള്ള പരിപാടിക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് പിന്നെ ഇങ്ങനെ കുക്കിംഗ് പരിപാടിയോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ പിന്നെ ആൾ അതിൽ നിന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതാ ചിക്കനൊക്കെ കഴുകിയിട്ട് അവിടെ വാറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് അവളിതാ റൈസൊക്കെ ഇട്ടിട്ട്, പിന്നെ കുക്കറിലാവുമ്പോൾ എന്താ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ സംഗതി ആവുമല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഈ ഒരു പരിപാടിക്ക് നിന്നത് കേട്ടോ. പിന്നെ ഗ്രീഷ്മയ്ക്ക് എന്തോ ഒരു ക്ഷീണം പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർബത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സർബത്ത് ഒഴിച്ചിട്ട് അങ്ങനെ നാരങ്ങ വെള്ളം കലക്കി കൊടുത്തു. അപ്പോൾ ഞാനും കൂടെ ഒരു ഗ്ലാസ് കലക്കിയിട്ട് അങ്ങനെ 2 ഗ്ലാസ് കലക്കി. ഇപ്പം ഞാനും അധികം കൂടി ഒരു ഗ്ലാസ് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൾക്കൊരു വലിയ ഗ്ലാസ്സിൽ തന്നെ കേട്ടോ കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴും അവളവിടെ അങ്ങനെ അരിയണ പരിപാടിയിൽ തന്നെയായിരുന്നു കേട്ടോ. സബോള എന്തോ അരിയായിരുന്നു. പിന്നെ ഞാനും ആദ്യം കൂടെ ഒരു ഗ്ലാസ് ഒന്ന് കുടിച്ചു കേട്ടോ. പിന്നെ ചിക്കനൊക്കെ മസാല തിരുമ്പിയിട്ട് ഞാൻ കഴുകിയിട്ട് മസാലയൊക്കെ തിരുമ്പി സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം സെറ്റാക്കി വെച്ചാൽ പിന്നെ അവൾക്ക് ഉണ്ടാക്കുകയല്ലേ വേണ്ടൂ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സാലഡ് ഉണ്ടാക്കാൻ പോയിട്ട്, അപ്പോൾ നമ്മുടെ കുക്കുംബറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ക്യാരറ്റും സബോളയൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ സബോള നട്ടാ പറയണത് സബോള അല്ല, സോറി സവാള. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ ആവണതാണ്. പിന്നെ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചിട്ട് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒഴിച്ച് നമ്മുടെ സലാഡും ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുക്കറിൽ വിസിലൊക്കെ വന്ന് നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ റൈസ് സെറ്റായിട്ടുണ്ട്. ഇനി ചിക്കൻ കറി നമ്മൾ ഇഡ്ഡലി ചെമ്പിലാട്ട വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേറൊരു ചെമ്പൊന്നും നമുക്ക് പാകത്തിന് അടുപ്പിൽ വെക്കാമെന്നുള്ള പാകത്തിന് കിട്ടുകയും ചെയ്തില്ല. അപ്പോൾ പിന്നെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി. അപ്പോൾ പിന്നെ അവളത് അങ്ങനെ വെച്ചപ്പോൾ ഞാൻ പിന്നെ അടിച്ചോരാനൊക്കെ നിന്നു. അടിച്ചോറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അടിച്ചോരാനൊക്കെ നിന്നു കേട്ടോ. പിന്നെ അമ്മ ഇല്ലാത്ത കാരണം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അടുപ്പിലും കൂടി വെക്കണോണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സീനൊന്നുമില്ല, നമ്മൾ സ്റ്റവിലൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. ഇതിപ്പോൾ അടുപ്പിലായ കാരണം ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞമാതിരി നമുക്ക് അടുപ്പിൽ കത്തിച്ചിട്ട് വലിയ ശീലമില്ലാത്തതുകൊണ്ട് ഒക്കെ ആയി വരാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ കേട് വരുമോ. അതുപോലെ തന്നെ കുക്കർ വെച്ച ടൈമിൽ വിസിൽ വരാനൊക്കെ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ റൈസൊക്കെ സെറ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് അടിച്ചോരലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുക്കളയിലൊക്കെ വന്നിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി. കാരണം നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ തുടച്ചിട്ട് പിന്നെ അവിടെയും കൂടെ ഒന്ന് അടിച്ചോരി ഇടാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിച്ച് ക്ലീനാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു സംതൃപ്തിയാണല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും തന്നെ ആദ്യം ഇങ്ങനെ കുറേശ്ശെ ചിനിങ്ങിയിട്ട് അടുക്കളയ്ക്ക് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് വിശപ്പ് ഇത്തിരി കൂടുതലാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അങ്ങനെ ഒരാളല്ലേ. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ഇങ്ങനെ തിരിഞ്ഞ് നടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടിച്ചോരലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ കുളിക്കലാണ് കേട്ടോ. ഈ പറഞ്ഞ മാതിരി അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുളിക്കാറുണ്ട്.
ഇന്നിപ്പോൾ എണീക്കാനും ലേറ്റായി. പിന്നെ എണീറ്റിട്ട് ഇനി ഇതൊക്കെ ആവാൻ ലേറ്റ് ആയാലെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുളിക്കാനൊന്നും നിന്നിട്ടില്ല. എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കുളിച്ചിട്ടാണ് ഈ പരിപാടിക്കൊക്കെ കടക്കൽ, അടിക്കുക, തുടയ്ക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ചെയ്യാറും. ആ ഒരു പണി രാവിലെ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഗ്രീഷ്മയും കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഈ അടിച്ചുവരലും കാര്യങ്ങളും കഴിഞ്ഞാൽ കുളിക്കാൻ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെല്ലാം സെറ്റായപ്പോൾ ഗ്രീഷ്മ ടേബിൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ കറി മാത്രം വെച്ചില്ലേ, കരി പിടിക്കില്ലേ ടേബിളുമ്മേന്ന് വിചാരിച്ചിട്ട്. പിന്നെ പപ്പടം കൂടെ കാച്ചിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ആദിക്ക് ഗ്രീഷ്മ അവിടെ ഇരുന്നിട്ട് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയി കുളിക്കാൻ വേണ്ടി നോക്കി. മഴയാണെങ്കിലും ഭയങ്കര ചൂടാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ ഞാൻ ഇനി കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ പണിയൊക്കെ കഴിഞ്ഞു, ഇനി കുളിച്ച് വരാം. ഓക്കെ. അങ്ങനെ ഞാൻ കുളിക്കാൻ വേണ്ടി പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അച്ഛൻ ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. കാരണം ടൈമൊക്കെ 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛൻ ഞങ്ങൾ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ഗ്രീഷ്മയും കൂടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊന്തിച്ച് പറയുന്നല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, അടുപ്പിൽ വെച്ചാലും നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കരിയണ പ്രശ്നങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനും ഗ്രീഷ്മയും കൂടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അച്ഛനും ആദ്യം കൂടെ അവിടെ അവരവിടെ ഉമ്മർത്തിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം അവിടെ റൂമിൽ എന്തോ കളിക്കുകയോ എന്തോ ചെയ്യായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ അമ്മ ഇല്ലാത്ത വീട്ടിലത്തെ ഒരു വിശേഷം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരാൻ എല്ലാവർക്കും ബൈ ബൈ.